കൂട്ടുകാരെ, ഈ കഥയുടെ രണ്ടാം ഭാഗം നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. ആദ്യ ഭാഗം ഡിലീറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി ഇടുവാട്ടോ. ഇത് ഒരു ഗ്രാമത്തിലുള്ള കഥയാണ്. ഗ്രാമമെന്ന് അങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല. പട്ടണത്തിൻ്റെ മിക്കവാറും എല്ലാ സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരിടം. പച്ചവിരിച്ച നെൽപ്പാടങ്ങളും മലയും പുഴയും മരങ്ങളും എല്ലാം ഈ ഗ്രാമത്തിൻ്റെ ഭംഗിക്ക് മോടികൂട്ടുന്നു. അവിടെ ഒരു പേരുകേട്ട തറവാടുണ്ട്. സുധ ടീച്ചറുടെ വീടാണത്. സുധയും മകൻ രാജവും പിന്നെ വേലക്കാരി വത്സലയുമാണ് അവിടെ താമസം. സുധയുടെ 2 വയസ്സ് മാത്രം ഇളയതാണ് വത്സല. സുധയും വത്സലയും കാണാൻ വെളുത്ത ചരക്ക് സുന്ദരിമാർ തന്നെയാണ്. എങ്കിലും ഒരു പൊടിക്ക് മുന്നിലാണ് സുധ കൊച്ചമ്മ എന്ന് പറയാം. സുധ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അവളുടെ മകനാണ് രാജു. ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് അവൻ പഠിക്കുന്നത്. സുധ 2-3 വർഷമായി വിധവയാണ്. സുധയുടെ ഭർത്താവായ നാരായണൻ ഗൾഫിലായിരുന്നു ജോലി. അവിടുന്ന് ഒരു വാഹനാപകടമുണ്ടായി. പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് സുഖമായി വന്നെങ്കിലും പിന്നീട് ഓരോ അസുഖം വരുന്നതിനാൽ അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് തന്നെ വന്നു. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഒരു രാത്രി ആള് പോയി. നാരായണൻ ഒരു ഒത്ത പുരുഷനായിരുന്നു. ആവശ്യത്തിനുള്ള ആരോഗ്യവും ഉയരവുമൊക്കെയുള്ള ഇരുനിറമുള്ള ഒരു സുന്ദരൻ. അതുകൊണ്ട് തന്നെ അയാളുടെ കുറവ് സുധയും കുറച്ചൊന്നുമല്ല സങ്കടത്തിലായത്. 2 പേരുടെയും ആഗ്രഹങ്ങളൊന്നും തീർന്നിട്ടുമില്ലായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം സുധയുടേത് തന്നെയായിരുന്നു. സുധയ്ക്ക് പിന്നെ കൈ മാത്രമായിരുന്നു ഒരാശ്രയമെന്ന് പറയാൻ ഉണ്ടായിരുന്നത്. വത്സല സുധയുടെ തറവാട്ടിൽ തന്നെയാണ് താമസം. അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. അവൾക്ക് മക്കളൊന്നുമില്ല. മുൻപ് തോമാച്ചൻ മേസ്ത്രിയുടെ കീഴിൽ കൂലിപ്പണിയായിരുന്നു. പിന്നെ സുധയുടെ വീട്ടിൽ ജോലി കിട്ടിയതോടെ അവളുടെ വീട് പൂട്ടി സുധയുടെ തറവാട്ടിൽ തന്നെ താമസമാക്കി. പക്ഷേ വേറൊരു കാര്യമുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും രാത്രി തോമാച്ചൻ പാത്തും പതുങ്ങിയും തറവാട്ടിലെത്തും. വത്സല പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് അയാളെ അകത്ത് കയറ്റും. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ അയാൾ പോകും. ഇതാണ് മിക്കവാറും ദിവസങ്ങളിലെ അവസ്ഥ. അങ്ങനെയിരിക്കെ ഒരിക്കൽ രാജു രാത്രി മുള്ളാൻ എണീറ്റപ്പോൾ ആരോ കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കി. കതക് തുറന്നിട്ടിരിക്കുമായിരുന്നു. അമ്മ നല്ല ഉറക്കമായിരുന്നു. അവൻ കുറച്ചു നേരം അങ്ങനെ വാതിൽക്കൽ നോക്കി നിന്നു. അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. പെട്ടെന്നായിരുന്നു വീണ്ടും ആ ശബ്ദം. പിന്നാമ്പുറത്ത് നിന്നാണ്. പക്ഷേ അവൻ നല്ല പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാനൊന്നും കൂട്ടാക്കിയില്ല. അവൻ വേഗം അവൻ്റെ മുറിയിൽ ചെന്ന് കതകടച്ച് കിടന്നു. അപ്പോൾ സമയം രാത്രി 12:30 മണി. പിന്നാമ്പുറത്തൂടെ കയറിയ വത്സലയുടെ രഹസ്യകാമുകൻ തോമാച്ചൻ അന്ന് 3:30 മണിക്കുള്ള ബസ് പിടിക്കാറുണ്ട്. തമിഴ്നാട് വരെ ഒന്ന് പോകണം, കുറച്ച് പൈസ കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് നേരത്തെ തന്നെ പരിപാടിയൊക്കെ കഴിച്ച് ഒരു 2:30 മണിയായപ്പോൾ തറവാട്ടിൽ നിന്നും ഇറങ്ങി. ഏട്ടാ, സൂക്ഷിച്ചു പോകണേ, ആരും കാണല്ലേട്ടോ. ഓ പിന്നെ, ഈ പാതിരാത്രി ആര് കാണാനാടി? നീ കഥ കടച്ച് കിടന്നോ. ഗുഡ് നൈറ്റ് മുത്തേ. ശരി ഏട്ടാ. അങ്ങനെ അവൾ കഥ കടച്ചു. അവൾ പായിൽ കിടന്നതും പെട്ടെന്നാണ് കഥകിൽ മുട്ടോട് മുട്ട്. എടി വത്സലേ, തുറക്കടി. എടി ഒന്ന് വേഗം തുറക്കാൻ. തോമാച്ചൻ പുറത്തു നിന്നും മച്ചയിടുവാണ്. ദൈവമേ, ഈ മനുഷ്യന് ഇതെന്ത് ഭാവിച്ച ഇങ്ങനെ പുറത്തു നിന്നും മച്ചയിട്ടാൽ നാട്ടുകാർ കൂടുമല്ലോ എന്നും പിറുപിറുത്തുകൊണ്ട് വത്സല വേഗം എണീറ്റ് കതക് തുറന്നു. തോമാച്ചൻ വേഗം ഓടിച്ചാടി അകത്തേക്ക് കയറി കഥ അടച്ച് കുറ്റിയിട്ടു. തോമാച്ചനാകെ വിയർത്ത് കുളിച്ച് കിടക്കുമായിരുന്നു. എന്താ മനുഷ്യക്കാര്യം? ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടാനാണോ? എടി വെള്ളം, അയാൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ശബ്ദം അങ്ങനെ പുറത്ത് വരുന്നില്ല. ആംഗ്യ ഭാഷയിലും മറ്റും അയാൾ വെള്ളമെന്ന് പറഞ്ഞു. വത്സല വേഗം ചെന്ന് കുറച്ച് വെള്ളമെടുത്ത് വന്ന് അയാളുടെ വായിൽ വെച്ച് കൊടുത്തു. അയാൾ അത് കുടിച്ച് കണ്ണു മീച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. എന്താ മനുഷ്യ കാര്യം? ഒന്ന് പറ. എന്തെങ്കിലും കണ്ട് പേടിച്ചോ? വത്സല അത് ചോദിച്ചതും അയാൾ അവളെ ഒരു ഞെട്ടലോടെ നോക്കി. അയാൾ ചോദിച്ചു, എടി, നിന്റെ കൊച്ചമ്മയുടെ കെട്ടിയോൻ തട്ടിപ്പോയെന്നല്ലേ നീ പറഞ്ഞേ? ആ അതെ, 2-3 വർഷങ്ങളായല്ലോ. ഇപ്പോൾ എന്താ അത് ചോദിക്കാൻ കാരണം? എന്നാ എടി, അങ്ങേര് പുറത്ത് നിൽക്കുന്നു. എന്നെ കണ്ടതും ഒരു കളിയാക്കി ചിരി. അത് കേട്ട് വത്സല പൊട്ടിച്ചിരിച്ചു. അവൾ പറഞ്ഞു, ഒലക്കയാ, ഒന്ന് പോ മനുഷ്യ. എടി, ഞാൻ സത്യമാ പറഞ്ഞേ. ഓ പിന്നെ, ഒന്ന് പോടോ. നിങ്ങൾ വേഗം പോകാൻ നോക്ക്. തമിഴ്നാട്ടിലേക്കുള്ള ബസ് പിടിക്കാനുള്ളതല്ലേ? അതെ, അത് ശരിയാടി. പക്ഷേ എങ്ങനെയാ അങ്ങേര് പുറത്ത് നിൽക്കുമ്പോൾ?
എടോ മനുഷ്യ, നിങ്ങൾക്ക് പേടിയാണോ വലുത് അതോ പൈസയാണോ? പേടിയാണെങ്കിൽ ഇവിടെ കിടന്നോ, അതോ പൈസയാണ് വലുതെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോ? വേണമെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കാം. അങ്ങനെ വത്സലയുടെ നിർബന്ധത്തിലും ധൈര്യത്തിലും അയാൾ പുറത്തിറങ്ങി. ധൈര്യമായിട്ട് ചെല്ലും മനുഷ്യ, ഞാനില്ല ഇവിടെ. അങ്ങനെ തോമാച്ചൻ പേടിച്ചാണെങ്കിലും വേഗത്തിൽ നടന്നു. കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഒറ്റ ഓട്ടം. അത് കണ്ട് അവൾക്ക് ചിരി വന്നു. ഇങ്ങനെയൊരു പേടിത്തൊണ്ടൻ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാനായി തിരിഞ്ഞു നടന്നതും കതകിന് അങ്ങോട്ടായി നാരായണൻ നിൽക്കുന്നു. വെളുത്ത ഷർട്ടും മുണ്ടുമാണ് വേഷം. അത് കണ്ട് ആദ്യം വത്സല ഒന്ന് ഞെട്ടി, പിന്നെ നോട്ടം മാറ്റി. ഒന്ന് പോയിക്കൂടെ? നിങ്ങളൊക്കെ ഇവിടുന്ന് പോയതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ വരുന്നേ? അത് കേട്ടപ്പോൾ നാരായണൻ പൊട്ടിച്ചിരിച്ചു. ഒരു മറ്റേടത്തെ ചിരി. എൻ്റെ കണ്ണിൽ കാണണ്ട, വേഗം പോ എന്നും പിറുപിറുത്തുകൊണ്ട് വത്സല അകത്ത് കയറി കതകടച്ചു. അവൾ പായിൽ കിടന്നു. ഓ ദൈവമേ, അപ്പോൾ നാരായണൻ ചേട്ടൻ ഇപ്പോഴും ഇവിടം വിട്ട് പോയിട്ടില്ല. ചുറ്റിക്കറങ്ങുവാണല്ലോ ഇവിടുന്ന്. എന്താണാവോ ഉദ്ദേശം? ആർക്കറിയാം. അതും ചിന്തിച്ച് അവൾ പ്രാർത്ഥിച്ച് ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ രാജു എണീറ്റ് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. സുധ നല്ല ഉറക്കമായിരുന്നു. അവൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് അമ്മ ഉണർന്നു. അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല അമ്മേ, അവൻ പരുങ്ങി. അമ്മ ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അവനെ തന്നെ നോക്കി. ഇങ്ങി വാടാ കുട്ട, പറയട്ടെ. എന്താ അമ്മേ? ഇങ്ങി വാ മോനെ. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ അവനെ നോക്കി ചിരിച്ചു. അവനും ചിരിച്ചു. പെട്ടെന്നാണ് വത്സല ചൂലുമായി തൂത്തുപാരാൻ അങ്ങോട്ടേക്ക് വന്നത്. ആഹാ, അമ്മയും മോനും രാവിലെ തന്നെ കുശലം പറഞ്ഞിരിപ്പാണ്. പോയി പല്ല് തേക്ക് മോനെ. വത്സല അതും പറഞ്ഞ് തൂത്തുപാരാൻ തുടങ്ങി. ശരി ആൻറ്റി എന്നും പറഞ്ഞ് അവൻ പല്ല് തേക്കാനായി ബ്രഷുമെടുത്ത് പിന്നാമ്പുറത്ത് പോയിരുന്നു. വത്സലയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളില്ലാതില്ല. അവൾ തൂത്തുപാരുമ്പോൾ ഇടം കണ്ടിട്ട് സുധയെ നോക്കി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് രാജു കുളി കഴിഞ്ഞ് വരുമ്പോൾ വത്സല രാവിലത്തേക്കുള്ള ദോശയും സാമ്പാറും ഉണ്ടാക്കുമായിരുന്നു. അവൻ ചോദിച്ചു, ആൻറ്റി, ഇന്നലെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ? എന്ത് ശബ്ദമാ മോനെ? അവൾ സംശയത്തോടെ അവനെ നോക്കി. അല്ല, പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുന്ന പോലെയും ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെയുമൊക്കെ ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ വത്സല ഞെട്ടി. അപ്പോഴാണ് അവൾ ഇന്നലെ രാത്രിയിലുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുത്തത്. കണ്ണുമീച്ച് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന വത്സലയെ കണ്ട് അവൻ ചോദിച്ചു, എന്താ ആൻറ്റി, എന്ത് പറ്റി? എന്താ ചിന്തിക്കുന്നേ? അത് കേട്ടതും അവൾ സ്വബോധത്തിലേക്ക് വന്നു. ഏയ് ഒന്നുമില്ല മോനെ, ഇന്നലെ രാത്രി ഞാനൊന്നും കേട്ടില്ലല്ലോ. ഞാനിന്നലെ നല്ലോണം ഉറങ്ങി. ചിലപ്പോൾ മോനെ വെറുതെ തോന്നിയതാവും. ആണോ? ശരി. സത്യത്തിൽ താൻ ഇന്നലെ രാത്രി നാരായണൻ ചേട്ടനെ കണ്ടു എന്നെങ്ങാനും പറഞ്ഞാൽ താൻ ഓരോ കെട്ടുകഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് തന്നെ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടാലോ എന്ന് കരുതിയാണ് വത്സല ആ കാര്യം അവനോട് പറയാതിരുന്നത്. അവൾക്കറിയാം, രാജുവിനോട് അത് പറഞ്ഞാൽ അത് സുധക്കൊച്ചമ്മയുടെ ചെവിയിലും എത്തുമെന്ന്. സുധയുടെ തനി സ്വഭാവം അവൾക്കറിയാവുന്നത് കൊണ്ട് അവൾ മൗനം പാലിച്ചു. രാജു നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ സുധ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി കണ്ണാടിയും നോക്കി മുടി ചീയിക്കൊണ്ട് നിൽപ്പാണ്. അവൻ പതിയെ വിളിച്ചു, അമ്മേ. എന്താ? അത് അമ്മ ഇന്നലെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ? അവൻ അത് ചോദിച്ചതും ഒരു നിമിഷം മൗനം. പിന്നെ അവൾ പറഞ്ഞു, ഏയ് ഞാനൊരു ശബ്ദവും കേട്ടില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി കേട്ടോ. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണല്ലോ, നല്ല തണുപ്പും. അതും പറഞ്ഞ് സുധ അവനെ ഇടം കണ്ടിട്ട് നോക്കി. അപ്പോഴും രാജു സംശയത്തോടെ ചിന്തിച്ച് നിൽപ്പായിരുന്നു. പെട്ടെന്നാണ് വത്സല അങ്ങോട്ടേക്ക് വന്നത്. കൊച്ചമ്മേ, ദോശയും സാമ്പാറും തയ്യാറായി കേട്ടോ, എടുത്തു വച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വരാം. അങ്ങനെ അവർ ഹാളിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. വത്സല അടുക്കളയിൽ വെച്ചാണ് കഴിക്കാറ്. അങ്ങനെ ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജു അമ്മയെ തന്നെ നോക്കി. പെട്ടെന്നാണ് അവൻ്റെ കള്ളനോട്ടം സുധ ശ്രദ്ധിച്ചത്. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ. ഓ പറയടാ, ഒന്നുമില്ലാതെ പിന്നെ ഇങ്ങനെ നോക്കുവോ? അത് അമ്മ ഈ അടുത്ത കാലത്തായി കുറച്ച് സൗന്ദര്യം കൂടിയോ എന്നൊരു സംശയം. അത് കേട്ട് സുധ ഒരു ചിരിയാലെ അവനെ നോക്കി. അപ്പോൾ അടുക്കളയിൽ നിന്നും വത്സലയും വിളിച്ച് പറഞ്ഞു, രാജുമോൻ പറഞ്ഞത് ശരിയാട്ടോ കൊച്ചമ്മേ. കൊച്ചമ്മയ്ക്ക് ഈയിടെയായി നല്ല ഭംഗിയാ, നല്ല വെളുപ്പം. അത്രയും കേട്ടതും സുധയ്ക്ക് ഒന്ന് കുളിര് കയറാതിരുന്നില്ല. എങ്കിലും അവൾ അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് ചെറിയ പുച്ഛഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്വ
ഇന്ന് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാൻ നിനക്ക് പൈസ വേണമായിരിക്കും. അതിനല്ലേ നിന്റെ ഈ വാനോളമുള്ള പുകഴ്ത്തൽ. സുധ ഒരു ചിരിയാലെ അവനെ നോക്കി പറഞ്ഞു. ടൗണിൽ പോകണമെന്നൊക്കെയുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ലാട്ടോ. ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ. ആണോ? ശരി ശരി. ഏതായാലും പോയിട്ട് വാ. പൈസയൊക്കെ തരാം. ശരി അമ്മേ. പിന്നെ വത്സലേ, നീ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരണം കേട്ടോ. ശരി കൊച്ചമ്മേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാജു കൂട്ടുകാരുടെ കൂടെ പുറത്തും പോയി. സുധ സ്കൂളിലേക്കും പോയി. വത്സല വീട് പൂട്ടി താക്കോൽ പേഴ്സിൽ വെച്ച് മാർക്കറ്റിലോട്ടും പോയി. പിന്നെ ഒരു കടയിൽ കയറി ₹1 നാണയമിട്ട് അവൾ തോമാച്ചൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു. ഹലോ ഏട്ടാ. എടി നീയാണോ? അതെ ഏട്ടാ. ഏട്ടൻ അവിടെ എത്തിയോ? എത്തിയടി. പൈസ മുഴുവനും കിട്ടി. പിന്നെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അതാ നിന്നെ വിളിക്കാഞ്ഞേ. അയ്യോ, തറവാട്ടിലേക്കൊന്നും വിളിച്ചേക്കല്ലേ. കൊച്ചമ്മ അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. ആണോ? അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? എടി, ഞാൻ നാളെ അങ്ങോട്ടെത്തും. ആണോ? എന്നാൽ ശരി ഏട്ടാ, ഞാൻ വെക്കുക. അങ്ങനെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ലാതെ കടന്നു പോയി. പിറ്റേന്ന് രാവിലെ തന്നെ തോമാച്ചൻ വത്സലെ കാണാൻ പാത്തും പതിയും തറവാട്ടിലെത്തി. അവിടെ അധികവും കാടും ചെടികളുമൊക്കെ ആയതിനാലും സുധക്കൊച്ചമ്മ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടാവും, രാജു കോളേജിലേക്കും പോയിട്ടുണ്ടാവും എന്ന ധാരണയിൽ കാട്ടിൽ നിന്നും വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് കാല് കുത്തിയതും അവിടെ പിന്നാമ്പുറത്ത് നിന്നും അമ്മിക്കല്ലിലിട്ട് ഇഞ്ചി ചതയ്ക്കുന്ന സുധക്കൊച്ചമ്മയെ കണ്ട് തോമാച്ചൻ ഞെട്ടി. ഇവർ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നോ? വേഗം ഓടി കാട്ടിൽ ഒളിച്ചാലോ എന്ന് ചിന്തിച്ചപ്പോഴേക്കും സുധ അയാളെ കണ്ടു. ആരിത്? തോമാച്ചനോ? കുറേ ആയല്ലോ കണ്ടിട്ട്. അതെ ചേച്ചി, ഞാൻ അല്പം ജോലി തിരക്കിലായിരുന്നു, അതാ, അയാൾ ഒരു പരങ്ങളോടെ പറഞ്ഞു. ആണോ? ഇന്നെന്താ ഇവിടെ? അത് ചേച്ചി, ദേ അപ്പുറത്തെ സൂണൻ ചേട്ടൻ്റെ വീട്ടിൽ ചെറിയ പണിയുണ്ട്. അവിടെ മതിൽ കെട്ടണം. അതിന് പോകുക. ഇതുവഴിയാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്താലോ, അതാ. തോമാച്ചൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അല്ല ചേച്ചി എന്താ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ? ഇല്ല, ഇന്ന് ഒരു തലവേദനയും പനി പോലെ. വത്സല കുളിക്കുക. അപ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. ആണോ ചേച്ചി? തലവേദനയ്ക്ക് ബെസ്റ്റ് ചുക്ക് കാപ്പി. അപ്പോൾ ശരി ചേച്ചി. ശരി, വേഗം ചെല്ല്, പണി നടക്കട്ടെ. ശരി ചേച്ചി, പിന്നെ കാണാം. അതും പറഞ്ഞ് അയാൾ വേഗം നടന്നു. കുറച്ച് കഴിഞ്ഞ് തിരികെ വരാം, അയാൾ മനസ്സിൽ ചിന്തിച്ചു.